ജീവിതത്തിൽ ചില ദിവസങ്ങളുണ്ടാകും, നമ്മൾ എത്ര ശ്രമിച്ചാലും മുന്നോട്ടു പോകാൻ കഴിയാത്ത പോലെ തോന്നുന്ന ദിവസങ്ങൾ, സ്വപ്നങ്ങൾ ദൂരെയായി പോകുന്ന പോലെ തോന്നുന്ന നിമിഷങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ? ഇന്ന് ആ ചോദ്യത്തിനുള്ള ഒരു ചെറിയ മറുപടി നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. നമസ്കാരം, സ്വരം കാം റിഫ്ലക്ഷൻസിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്നാൽ എന്താണ് യഥാർത്ഥ വിജയം? വലിയ വീടോ, വലിയ സമ്പത്തോ, അല്ലെങ്കിൽ വലിയ പദവികളോ? അല്ല. ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ കുറച്ച് മെച്ചപ്പെടുത്തുമ്പോൾ, പ്രതിസന്ധികളിൽ തളരാതെ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ, അതാണ് യഥാർത്ഥ വിജയം. ഇന്ന് മനസ്സിന് ഭാരം തോന്നുന്ന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് കരുത്തു നൽകുന്ന വിജയത്തിന്റെ ചില മന്ത്രങ്ങൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. മന്ത്രം 1. ലക്ഷ്യബോധം. വിജയത്തിന്റെ ഒന്നാം മന്ത്രം: വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക. ലക്ഷ്യമില്ലാത്ത ജീവിതം കാറ്റില്ലാത്ത കടലിൽ ദിശയറിയാതെ ഉഴലുന്ന ഒരു തോണി പോലെയാണ്. അത് മുന്നോട്ട് പോകുന്നു, പക്ഷേ എവിടേക്കാണ് പോകുന്നത് എന്നറിയില്ല. ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. നമുക്ക് എവിടേക്കാണ് എത്തേണ്ടത് എന്ന് വ്യക്തമായിരിക്കുമ്പോൾ നമ്മുടെ ഓരോ ശ്രമത്തിനും ഒരു അർത്ഥമുണ്ടാകും. എത്ര വലിയ തിരമാലകൾ വന്നാലും ലക്ഷ്യമുള്ള ഒരാൾ വഴിമാറുകയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ചെറുതാക്കരുത്. ലോകം എന്തു പറയും എന്ന് ഭയപ്പെടേണ്ട. പല വലിയ വിജയങ്ങളും ആദ്യത്തിൽ മറ്റുള്ളവർക്ക് അസാധ്യമായ സ്വപ്നങ്ങളായിരുന്നു. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടി മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. മന്ത്രം 2. പരാജയങ്ങളെ സ്നേഹിക്കുക. വിജയത്തിന്റെ രണ്ടാമത്തെ മന്ത്രം: പരാജയങ്ങളെ പേടിക്കരുത്, അവയെ സ്നേഹിക്കുക. പരാജയപ്പെടാത്തവരായി ഈ ലോകത്തിൽ ആരുമില്ല. പക്ഷേ വിജയിക്കുന്നവരും തോൽക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ്. വിജയിക്കുന്നവർ പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്നു. വീഴുമ്പോഴല്ല, വീണെടുത്ത് തന്നെ കിടക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ തോറ്റുപോകുന്നത്. ഓരോ വീഴ്ചയും നമ്മെ കൂടുതൽ ശക്തരാക്കുന്ന ഒരു പാഠമാണ്. ഓർക്കുക, ഇരുട്ടിന് ശേഷമാണ് വെളിച്ചം വരുന്നത്. കഠിനമായ രാത്രികൾക്ക് ശേഷമാണ് സൂര്യൻ വീണ്ടും ഉദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ കഠിന ദിവസങ്ങളും ഒരു നാൾ കടന്നുപോകും. അതുവരെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം: വീണ്ടും എഴുന്നേൽക്കുക. മന്ത്രം 3. ആത്മവിശ്വാസം. വിജയത്തിന്റെ മൂന്നാമത്തെ മന്ത്രം: സ്വയം വിശ്വസിക്കുക. ലോകം മുഴുവൻ നിങ്ങളെ സംശയിച്ചാലും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ അത് മതി. എനിക്ക് സാധിക്കും എന്ന ആ ചെറിയ ചിന്തയാണ് ലോകത്തെ മാറ്റിമറിച്ച വലിയ വിജയങ്ങളുടെ എല്ലാം തുടക്കം. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ കുറച്ച് വിലയിരുത്താറുണ്ട്. എനിക്ക് അതിന് കഴിവില്ല, ഞാൻ മതിയാകുന്നില്ല എന്ന ചിന്തകൾ നമ്മെ പിന്നോട്ട് വലിക്കും. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? നിങ്ങൾ നിസാരക്കാരനല്ല. നിങ്ങൾ അമൂല്യമായ കഴിവുകളുള്ള, പ്രത്യേകതയുള്ള ഒരു അതുല്യ വ്യക്തിയാണ്. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ വിശ്വസിക്കുക, നിങ്ങളുടെ യാത്രയെ വിശ്വസിക്കുക. അതിലും പ്രധാനമായി നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ജീവിതം ഒരു വലിയ യാത്രയാണ്. അവിടെ വിജയവും പരാജയവും സന്തോഷവും ദുഃഖവും എല്ലാം സ്വാഭാവികമാണ്. പക്ഷേ ഈ യാത്രയിൽ ഒരിക്കലും മറക്കരുത്, ഓരോ ചെറിയ ചുവടും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് നിങ്ങൾ ക്ഷീണിച്ചിരിക്കാം, ഇന്ന് നിങ്ങൾ സംശയിച്ചിരിക്കാം. പക്ഷെ ഒരു നാൾ ഇന്നത്തെ ഈ പരിശ്രമങ്ങളാണ് നിങ്ങളുടെ വിജയത്തിന്റെ കഥ പറയുക. അതുകൊണ്ട് തളർന്നു പോകാതെ പുഞ്ചിരിയോടെ മുന്നോട്ട് നടക്കുക. ഓർക്കുക, ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പരിശ്രമങ്ങളും ഒരു നാൾ നിശ്ചയമായും പൂവണിയും. ശാന്തമായിരിക്കുക, പ്രത്യാശയോടെ മുന്നോട്ട് പോവുക. ഈ വരികൾ നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം നൽകിയെങ്കിൽ സ്വരം കാം റിഫ്ലക്ഷൻസിന്റെ ഈ യാത്രയിൽ നിങ്ങൾ കൂടെയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് നൽകി നിങ്ങളുടെ പിന്തുണ അറിയിക്കൂ. ഇത്തരത്തിലുള്ള ശാന്തമായ ചിന്തകളും പ്രചോദനവും കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്.